ഹലോ കൂട്ടുകാരെ, ഏവർക്കും JB ജോബ് ചാനൽ ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൻ്റെ ജോബ് വേക്കൻസി ലിസ്റ്റുമായിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് കൂടുതലൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ്ലി ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേക്കൻസിയിലേക്ക് കിടക്കാം. നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ കൂട്ടുകാരെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം. ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ ബില്ലിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ്. ഒരു വെജിറ്റബിൾ ഷോപ്പിലേക്കാണ് ബില്ലിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിരിക്കുന്നത്. ട്രിവാൻഡ്രത്ത്, തിരുമല, പിന്നെ അതേപോലെ തന്നെ വട്ടിയൂർക്കാവ്, നെടുമങ്ങാട്, ഇത്തരം സ്ഥലങ്ങളിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ 8 തൊട്ട് വൈകിട്ട് 8 വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത്. സാലറി പാക്കേജ് ഒക്കെ ഇൻ്റർവ്യൂ ടൈമിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, നെയ്യാറ്റിൻകര, ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് നെയ്യാറ്റിൻകരയുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. വേക്കൻസി ആണെന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി ജോയിനിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നല്ല സാലറി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇത് മുൻഗണന കിട്ടുക. ഫുഡും അക്കോമഡേഷനും ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. എന്തൊക്കെയാണ് വേക്കൻസീസ് എന്ന് ഞാൻ പറയാം. ഷെഫ് ഇൻചാർജിൻ്റെ വേക്കൻസി ഉണ്ട്. മിനിമം 15 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് 3 ഇയർ ഷെഫ് ഇൻചാർജായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മേജർ എക്സ്പീരിയൻസ് വരുന്നത് സൗത്ത് ഇന്ത്യൻ ഫുഡ്, ട്രാവൻകൂർ ഫുഡ് അങ്ങനെയുള്ളതിനാണ് വേണ്ടത്. പിന്നെ എക്സ്പീരിയൻസ് വേണം. ബൾക്ക് കുക്കിങ്ങും കാറ്ററിങ്ങും കോസ്റ്റ് കൺട്രോള്, കിച്ചൺ അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ അടുത്ത വേക്കൻസി ആണെങ്കിൽ ഷിഫ്റ്റ് മാനേജറിൻ്റെ വേക്കൻസിയാണ്. F&B ഓപ്പറേഷൻ ആണ് വരുന്നത്. ഫുഡ് ആൻഡ് ബാർ ഓപ്പറേഷൻസ് ആണ് വരുന്നത്. മിനിമം ഒരു 7 വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് 2 വർഷം മാനേജറോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജറായിട്ടോ ഫുഡ് ആൻഡ് ബിവറേജ് ഓപ്പറേഷൻസിൽ ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത വേക്കൻസി ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കിച്ചൺ ഹെൽപ്പേഴ്സിൻ്റെ വേക്കൻസിയാണ്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നെയ്യാറ്റിൻകര ഉള്ള ഹോസ്പിറ്റലിലേക്കാണ്. ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് മലയാളം തമിഴ് ടെലികോളറിൻ്റെ വേക്കൻസിയാണ്. ഇതും ട്രിവാൻഡ്രം നെയ്യാറ്റിൻകരയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. സാലറി ആണെങ്കിൽ 10,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലസ് ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് ആണെന്നുണ്ടെങ്കിൽ 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ളവരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. 10th ക്വാളിഫിക്കേഷൻ മുകളിലോട്ടുള്ള ആർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ 9 തൊട്ട് വൈകിട്ട് 5:30 വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും മെയിൽ കാൻഡിഡേറ്റ്സിനും ആർക്ക് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് കോവളത്തിനടുത്തുള്ള 3 സ്റ്റാർ റിസോർട്ടിലേക്ക് ഒരു വെയിറ്ററിനെയും അതേപോലെ തന്നെ ക്യാപ്റ്റൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 3 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ ഈ സെയിം ഫീൽഡിൽ തന്നെയുള്ള എക്സ്പീരിയൻസ് ഉള്ള ആർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ ആർക്കെങ്കിലും സാലറി പാക്കേജ് ഒക്കെ നിങ്ങളുടെ ഇൻ്റർവ്യൂ ടൈമിലേ പറയുള്ളൂ. ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി ആണെങ്കിൽ ഓഫീസ് കൗണ്ടർ സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ്. ഓൾമോസ്റ്റ് മെയിൻ മൊബൈൽ ഷോറൂമുകളിലൊക്കെ ഈ വേക്കൻസി വരും. അപ്പോൾ ഇത് ഈ ഓഫീസ് കൗണ്ടർ സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു ബാങ്കിൻ്റെ EMI ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അപ്പോൾ അത് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ചുരുക്കത്തിൽ. നമുക്കിപ്പം മൊബൈൽ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ EMI ഇട്ടെടുക്കുമല്ലോ. ബജാജ്, IDBI ഇങ്ങനെയൊക്കെയുള്ള ബാങ്കുകളുടെയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള ഈ വേക്കൻസി. സാലറി പറഞ്ഞിരിക്കുന്നത് 20,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. ഏജ് പറഞ്ഞിരിക്കുന്നത് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. +2 ക്വാളിഫിക്കേഷൻ മുകളിലോട്ടുള്ളവർ ആർക്ക് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി ആണെങ്കിൽ കാർ വാഷിങ്ങിലേക്കാണ്. ഒരു കാർ വാഷിങ്ങിൻ്റെ സെൻറ്ററിലേക്കാണ് ആളുകളെ ആവശ്യമായിട്ടുള്ളത്, ബോയ്സിനെ ആവശ്യമായിട്ടുള്ളത്. ഇത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ ഉള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇത് ഷിഫ്റ്റ് ബേസ് ആണ് നിങ്ങൾക്ക് ജോലി കിട്ടുക. സാലറി ആണെങ്കിൽ ഒരു 15,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത്.
ഫുഡും അക്കോമഡേഷനും ലഭിക്കുന്നതാണ്. ഇപ്പോൾ പുറത്തുനിന്നുള്ള ജില്ലകളിൽ നിന്ന് വന്ന് വരുന്നവർക്കാണെങ്കിലും ഈ ജോലിക്ക് വരുന്നവർക്കാണെങ്കിൽ ഫുഡും അക്കോമഡേഷനും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്നത്തെ ട്രിവാൻഡ്രം ബ്ലിസിങ്ങിൻ്റെ വേക്കൻസി ഇത്രയേ ഉള്ളൂ. ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ തന്നെ അപ്ലോഡ് ചെയ്ത് വെക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.